ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പുനർജന്മങ്ങളെക്കുറിച്ച് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ പുനർജന്മമാണ് എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ഗവേഷണ സ്ഥാപനമായ IISIS. ഹിന്ദുത്വ രാഷ്ട്രത്തിനായി മുറവിളി കൂട്ടുന്ന മോദി മുസ്ലിം പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ് എന്നും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ പുനർജന്മമാണ് എന്നാണ് ഗവേഷണ സംഘത്തിന്റെ അവകാശവാദം. ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ദി ടെലഗ്രാഫ് തുടങ്ങിയ നിരവധി ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത 2018 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വാർത്ത വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണത്തിലാണ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിയതെന്നാണ് ഗവേഷണ സ്ഥാപനം പറയുന്നത്. ഹിന്ദുയിസത്തിന്റെ അടിസ്ഥാനമായ പുനർജന്മം എന്ന വിശ്വാസത്തിന്റെ ഭാഗമായി നടത്തിയ ഗവേഷണമാണിത്. 20 ലക്ഷം ആളുകളെയാണ് പഠന വിധേയമാക്കിയത്. പുനർജന്മം എന്ന വിശ്വാസം പറയുന്നത് ശരീരം നശിക്കുകയും ആത്മാവ് നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ആ ആശയത്തെ മുൻനിർത്തിയുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ പിതാമഹൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണെന്ന അവകാശവാദം ഈ സ്ഥാപനം ഉന്നയിക്കുന്നത്. ഇതിന് ആധാരമായ ചില കാരണങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നരേന്ദ്രമോദിയും സർ സെയ്ദ് അഹമ്മദ് ഖാനും തമ്മിൽ ബാഹ്യമായ നല്ല സാദൃശ്യം ഉണ്ട് എന്നുള്ളതാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ യൗവനത്തിലുള്ള ഒരു ദൃശ്യത്തിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്. മാത്രവുമല്ല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ ഒരു ചിത്രവും ഉണ്ടായിരുന്നു. ഇത് മാറ്റി അവിടെ മോദിയുടെ ചിത്രം ഈ ഇടയ്ക്കാണ് പുനഃസ്ഥാപിച്ചത്. ഇതിനെയും ഈ സ്ഥാപനം വ്യക്തമായി നോക്കിക്കാണുന്നുണ്ട്. അതായത് ആദ്യ ജന്മമായ സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ കാലശേഷം പുനർജന്മമായ മോദിയുടെ ദൃശ്യം പുനഃസ്ഥാപിച്ചു എന്നാണ് ഈ പ്രക്രിയയെ ഇവർ വിലയിരുത്തുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തെ ദേശദ്രോഹികളായും തീവ്രവാദികളായും മുദ്രകുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ വർദ്ധിച്ചു വരികയാണ്. ഹിന്ദുത്വ രാഷ്ട്രത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും ഭഗവത്ഗീതയിൽ പറയുന്ന പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികരെയും മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പുനർജന്മം എന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം നിരപരാധികളായ നിങ്ങളുടെ പാരമ്പര്യത്തെ തന്നെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കാൻ വേണ്ടിയായിരിക്കും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. Thank you.